Hello, it's me Tufsira once again. Welcome back to our channel. ഇന്ന് ഞാൻ നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോയിലൊക്കെ കാണുന്ന ഈ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് വേണ്ടത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. പിൻട്രസ്റ്റിലാണ് ഞാൻ സ്റ്റിക്കേഴ്സും ഇമേജസും ഒക്കെ ഡൗൺലോഡ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസ് അല്ലെങ്കിൽ കപ്പിൾ കാർട്ടൂൺ പിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോസുകൾ കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ സൈഡിലായിട്ട് കളറിൽ ഒരു ബോക്സിലായിട്ട് കണ്ടില്ലേ മാരീഡ് പ്രൊഫൈൽ എന്ന്. അപ്പോൾ അതിൽ മാരീഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാരീഡ് കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഭംഗിയുള്ളത്, നല്ല ക്ലിയർ ഉള്ളത്, നല്ല നമുക്ക് ഏതാണ് നല്ലത് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ മുകളിൽ 3 ഡോട്ട് കാണും, അതിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിക്ക് അത് സേവ് ആവും. ഓക്കെ, കണ്ടോ, ഒരു 2-3 ഞാനിതിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ അടിപൊളിയായിട്ടുള്ള കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. പിന്നെ മുസ്ലിം രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുത്താലും മതി. ഡൗൺലോഡ് ഇമേജ്. ഓക്കെ, ഇനി നമ്മളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമേജ് കണ്ടാൽ, ഭംഗിയുള്ള ഇമേജ് കണ്ടാൽ അതിനനുബന്ധിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ളതായിരിക്കും പിന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നല്ലത് കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് A3 ഷീറ്റിൽ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടില്ലേ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. മുകളിലുണ്ട് കണ്ടോ, ആ ഒരു സൈഡിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഒരു കറക്റ്റ് ഷേപ്പിന്, അതായത് കറക്റ്റ് ഷേപ്പിനല്ല, കുറച്ചിങ്ങനെ ഒരു സ്പേസ്, ഒരു ബോർഡർ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ടർ യൂസ് ചെയ്തിട്ടല്ല കേട്ടോ, നമുക്ക് റെക്റ്റാങ്കിൾ സ്ക്വയറൊക്കെ കട്ട് ചെയ്യാനാണ് കട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസൊക്കെ നമുക്ക് കത്രിക യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പാക്കി കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിപ്പോൾ ഈ സേവ് ദ ഡേറ്റ് വീഡിയോ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു 2-3 കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം സേവ് ദ ഡേറ്റ് വീഡിയോയിൽ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോയിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും, ഇത് എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കരുത്. 2-3-4 പിക്കൊക്കെ അങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ സേവ് ദ ഡേറ്റ് ഇത് എഡിറ്റ് ചെയ്ത് A3 ഷീറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പേജിൽ ഒരെണ്ണം വെച്ച് കൊടുത്താൽ നമുക്ക് സെറ്റാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 3-4 എടുത്താൽ മതിയാകും. അതിന് ശേഷം നമുക്ക് ഒരു വീഡിയോയിൽ ഒന്ന് ആഡ് ചെയ്യുക, പിന്നെ 2-3 വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യത്തെ ആഡ് ചെയ്യുക. അങ്ങനെ ഒരു എല്ലാം ഒരേ ടൈമിൽ ഒന്ന് തന്നെ കൊടുക്കുമ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോയിലുള്ള ട്രിക്കുകൾ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസ് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് നല്ലൊരു തിക്നെസ് ഉള്ള പേപ്പറിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. തിക്നെസ് കുറഞ്ഞ പേപ്പറാകുമ്പോൾ നമുക്കിതിങ്ങനെ സേവ് ദ ഡേറ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, ഇങ്ങനെ നിർത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഷീറ്റാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. കട്ടിയില്ലാത്താവുമ്പോൾ ഒരു വൃത്തിയില്ലാതെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ നല്ല ഇത് വന്നിട്ട് 300 GS തിക്നെസ് ഉള്ളൊരു പേപ്പറാണ്, ആർട്ട് പേപ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള പേപ്പറിൽ തന്നെ നിങ്ങൾ പ്രിൻ്റ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ഞാൻ പ്രിൻ്റ് എടുക്കുന്ന അവിടെ 300 GSമിൻ്റെ തിക്നെസ് ഉള്ള പേപ്പറും തിക്നെസ് വളരെ കുറഞ്ഞിട്ടുള്ള പേപ്പറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ റീപ്ലൈ തരും.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്